സീതേ വേഗം ഊണ് കാരണം ഓഫീസിൽ പോകാൻ നേരമായി. സീത കല്യാണി കൂടെ വെളിയിലെവിടെ പോയിരിക്കുന്നു. എന്റെ മോന് നിന്റെ അമ്മാവനില്ലയോ ചോറ് വിളമ്പി തരാന്? ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ നീ അവിടെ ഞാൻ ചോറ് വിളമ്പി തരാം. ഓ, അമ്മാവനെ കൊണ്ട് ചോറ് വിളമ്പിക്കുന്നത് ദോഷമല്ലയോ? അയ്യോ, അന്നദാനം മഹാപുണ്യമല്ലയോ? ശമ്പളം കിട്ടിയാലേ. എന്റെ അമ്മാവൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ, ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത സ്നേഹമല്ലയോ എനിക്ക് നിന്നോട്. അപ്പൊ ശിവൻകുഞ്ഞെ, ശമ്പളം കിട്ടിയാൽ നീ ഉടനെ ഇഞ്ഞ് പോരണേ. പണം കൈവച്ചോണ്ടിരിക്കലേ മഹാഭാവമാണ്. അയ്യോ, അതെനിക്ക് അറിയാം അമ്മാവാ. അതല്ലേ ഞാൻ പറ്റിച്ചു കളഞ്ഞത്. ശമ്പളം രാവിലെ തന്നെ കിട്ടി. എവിടെ എടുക്കേ പണം കൈവച്ചോണ്ടിരുന്നൂടാ. ദൈവദോഷമുണ്ട്. കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവദോഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ശമ്പളം കിട്ടിയ പാടെ ഞാൻ അച്ഛന് മണി ഓർഡർ അയച്ചു കളഞ്ഞത്. നീ പോയി കൈ കഴിക്കണ്ടോ? അതുകൊണ്ടോ സൗകര്യം പോലെ എല്ലാം കൈയും കാലും കഴിയാൻ മതി. അമ്മാവനല്ലേ പറഞ്ഞിട്ടുള്ളത്. വേണം, നീ കൈ കഴിക്കണ്ടോ? നോക്കണ്ടോ? ശരി. എടാ ഗ്രഹപ്പഴേ, നീ കൈയും കൈ വെച്ചിഞ്ഞ് വാ. 3 നേരവും വച്ചു വിളമ്പി തരാൻ ഞാൻ വേണം. 2 തുട്ട് കൈ കിട്ടിയപ്പോ അങ്ങ് തന്തയ്ക്ക് അങ്ങ് അയച്ചു. ഈ ഉണ്ണിത്താന്റെ കണ്ണിൽ ആരും മുളവടി ഇട്ടിട്ടില്ല. ആഹാ, അത്രയ്ക്കായിപ്പോയാ. അമ്മാവൻ ഇരുന്നാട്ടെ. അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ടാക്കുന്ന പ്രത്യേക സുഖമുണ്ട്. എത്ര നാളായി നെയ്യോ? നോക്കട്ടെ. അയ്യോ, നെയ് തീർന്നു. ഇല്ലാത്തൊന്നും എനിക്ക് വേണ്ട. ശരി, അമ്മാവൻ ഉണ്ണണം. അമ്മാ, ശിവകുഞ്ഞ് നല്ല പഴമരസ്യൻ അവിയല്. ശിവന്, നീ ഭാസ്കരത്തെ അവിയൽ തിന്നുവാണോ? ദേശീയൻ അവിയൽ. അമ്മാവൻ നോക്കണം. എന്ത് വേണം? ഇല്ലമ്മാവാ, നെയ് തീർന്നു പോയെന്ന് അമ്മാവനല്ലേ പറഞ്ഞത്. പൊടി നല്ലതാണ്. മാളികമേലൊരു മണ്ണത്തിക്കിളി മാണിക്യത്തിൻ മുട്ടയിട്ടു. പത്തരമാറ്റുള്ള പൊന്നിൻ വടിവിൽ മുട്ട